Hi friends, എല്ലാവർക്കും Taketips കുക്കിംഗ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഒരു അടിപൊളി സ്നാക്കാണ് ഗോലി ബാജി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 2 കപ്പ് മൈദയാണ്. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നാളികേരം കുത്തിയരിഞ്ഞ് ചേർക്കാം. 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഇഞ്ചി കുത്തിയരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 കപ്പ് തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ കട്ടയായിട്ടിരിക്കാൻ പാടില്ല, കുറച്ച് വെള്ളം പോലെ കിട്ടണം. തൈരും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് അധികം വെള്ളം വേണ്ട, 1 കപ്പ് 1.5 കപ്പോളം മതിയാവും. ഇത് അധികം ലൂസാവണ്ട മാവ്, അപ്പോൾ കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിനാണ് നമ്മുടെ മാവ് കിട്ടേണ്ടത്. അത് ലൂസാകാനും പാടില്ല, അധികം ടൈറ്റ് ആവേണ്ട. അത് നമ്മുടെ കയ്യിലിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് 3 മണിക്കൂർ ഇതൊരു അടപ്പ് വെച്ച് അടച്ചു വെക്കണം. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കടായി വെക്കാം. നല്ല കുഴിയുള്ള കടായി ആണെങ്കിൽ നല്ലതായിരിക്കും. അതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ ഇടുമ്പോൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം, അപ്പോൾ അതിനനുസരിച്ചുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായി ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ മാവ് ഇങ്ങനെ എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളത് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ശരിക്കും കിട്ടും ആ മാവ്. ഇനി ഇതൊരു ഗോൾഡൻ കളറാവുന്നവരെ, എല്ലാ സൈഡും ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗോലി ബാജി റെഡി ആയിട്ടുണ്ട്. എല്ലാ സൈഡും നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ, കാരണം നല്ല ടേസ്റ്റ് ആയിട്ട് ചമ്മന്തിൻ്റെ തേങ്ങാ ചമ്മന്തിയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടുകൂടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു ഐറ്റമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കണ്ടതിന്. ബൈ.